പ്രിയമുള്ളവരെ, ഇന്ന് 40-ാം വെള്ളി. വശ്യതയുടെ അപകട തീരങ്ങൾ. ഹോമറിൻ്റെ പ്രസിദ്ധമായ ഒഡീസി യുളീസസിൻ്റെയും കൂട്ടുകാരുടെയും യുദ്ധത്തിൻ്റെയും സ്വന്തം വസതിയിലേക്കുള്ള മടക്കയാത്രയുടെയും ഇതിഹാസ കാവ്യമാണ്. യാത്രാമധ്യേ യുളീസസും കൂട്ടുകാരും താമരതീനികളുടെ ദ്വീപിനടുത്തുകൂടെ കടന്നുപോകുന്നു. തൻ്റെ 3 സഹയാത്രികരെ ആ ദ്വീപ് കണ്ട് മനസ്സിലാക്കാനായി യുളീസസ് പറഞ്ഞുവിട്ടു. അതിഥികളായി വന്നവരെ താമരതീനികൾ സ്വീകരിച്ച് അത്താഴം വിളമ്പി. അതിൽ ലഹരിയാർന്ന താമരച്ചെടിയും ഉണ്ടായിരുന്നു. താമര തിന്ന് അവർ അതിൻ്റെ ലഹരിയിൽ ആമഗ്നരായി. അതോടെ തങ്ങളുടെ വീടിനെയും യാത്രയെയും കുറിച്ചുള്ള ചിന്ത പോലും അവർക്കില്ലാതെയായി. ലക്ഷ്യം മറന്ന് അവർ ആലസ്യത്തിൽ മയങ്ങി. തന്മൂലം യുളീസസിന് അവരെ ബലമായി പിടിച്ചുകൊണ്ടു പോരേണ്ടി വന്നു. അവരെ കപ്പലിൽ കെട്ടിയിട്ടാണ് യാത്ര തുടർന്നത്. ജീവിതയാത്രയിൽ കടുത്ത പ്രലോഭനമാണ് താമര തിന്നവർക്കുണ്ടായത്. ഇന്നിൻ്റെ സുഖത്തിലേക്ക് ഉത്തരവാദിത്വരഹിതമായി ചടഞ്ഞുകൂടാനുള്ള പ്രലോഭനം. അപ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും മാംസത്തിൻ്റെയും ലഹരിയിൽ ആമഗ്നരാകാനുള്ള പ്രലോഭനം. തൊടാനും അറിയാനും ആധിപത്യം പുലർത്താനുമുള്ള ആർത്തി. യുളീസസിൻ്റെ കപ്പൽ പിന്നെയും മുമ്പോട്ട് നീങ്ങി. സൈറൻ എന്ന യക്ഷികളുടെ വശ്യഗാനം മാറ്റൊളിക്കൊള്ളുന്ന തീരങ്ങളിലേക്ക് അത് ചെന്നു. ഗാനത്തിൻ്റെ വശ്യതയിൽ ആ തീരങ്ങളിലേക്ക് കപ്പൽ അടുപ്പിച്ചാൽ കപ്പൽ തകരുമെന്നും ദുരന്തം സുനിശ്ചിതമാണെന്നും യുളീസസ് അറിഞ്ഞു. അതുകൊണ്ട് വശ്യതയുടെ അപകട തീരങ്ങളെ അതിജീവിക്കാൻ യുളീസസ് 2 കാര്യങ്ങൾ ചെയ്തു. കപ്പൽ തുഴയുന്ന സഹയാത്രികരുടെ ചെവികളിൽ അദ്ദേഹം മെഴുകുവെച്ചു. തൽഫലമായി അവർ ആ യക്ഷീഗാനം കേൾക്കയില്ലെന്ന് ഉറപ്പാക്കി. എന്നാൽ കപ്പൽ നയിക്കുന്ന തനിക്ക് അത് കേൾക്കാനാകണം. പക്ഷേ പ്രലോഭനമുണ്ടായാൽ അതിനെ അതിജീവിക്കുകയും വേണം. അതുകൊണ്ട് അദ്ദേഹം സഹപ്രവർത്തകരോട് തന്നെ കപ്പലിൻ്റെ പായ്മരത്തിൽ ചേർത്ത് കെട്ടിയിടാൻ കൽപ്പിച്ചു. ബന്ധിതനായ യുളീസസ് യക്ഷീഗാനം കേട്ടു. ശക്തമായ പ്രലോഭനത്താൽ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷേ പായ്മരത്തിൽ ബന്ധിതനായ അദ്ദേഹത്തിന് അതിന് സാധിച്ചില്ല. ശക്തനും വ്രതബന്ധിതനുമായ ശിംശോൻ നാസീർ വ്രതക്കാരനായിരുന്നു. അതിൻ്റെ അടയാളമായിരുന്നു അവൻ്റെ നീണ്ട മുടി. പക്ഷേ ദലീല എന്ന സ്ത്രീയുടെ മടിയിൽ അവൻ വ്രതം മറന്നു. അവൻ തൻ്റെ വ്രതബന്ധങ്ങൾ അഴിച്ചുമാറ്റി. തന്മൂലം അവൻ ജീവിതത്തിൽ കപ്പൽ ഛേദം അനുഭവിച്ച് തകർന്നു. പ്രിയമുള്ളവരെ, ജീവിതയാത്രയിൽ നാമും ചിലപ്പോൾ വശ്യസുന്ദരികളായ യക്ഷികളുടെ ഗാനങ്ങൾ കേൾക്കും. മനം മയക്കുന്ന കാഴ്ചകൾ കാണും. ആഴ്ന്നിറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ആസക്തികൾ നമ്മെ പ്രലോഭിപ്പിക്കും. പ്രലോഭനങ്ങളുടെ ഈ മണലാരണ്യത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശിൽ സ്വയം ബന്ധിച്ചവർക്ക് മാത്രമേ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കൂ. പരീക്ഷകളെ അതിജീവിച്ച ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന ഈ ദിവസം അവൻ്റെ കുരിശോട് ചേർത്ത് നമ്മെയും ബന്ധിക്കാം. അപ്പോൾ ക്രിസ്തുവാകുന്ന വഴിയിലൂടെയും സത്യത്തിലൂടെയും അവനോടുകൂടെ നമുക്കും യാത്ര ചെയ്യുവാനും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും സാധിക്കും. സസ്നേഹം, ഈപ്പനച്ചൻ.